ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. ആണുങ്ങളിലും പെണ്ണുങ്ങളും വെച്ച് നോക്കുമ്പോൾ ആണുങ്ങളിൽ ഒരു 6% ആണെങ്കിൽ പെണ്ണുങ്ങളിൽ 15% മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു മൈഗ്രെയിൻ പേഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുക. സാധാരണ മൈഗ്രെയിന് ട്രിഗറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ അത് ട്രിഗർ ആവും അല്ലെങ്കിൽ അത് അഗ്രവേറ്റഡ് ആവും. അപ്പോൾ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ട്രിഗർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് എക്സ്പോഷറാണ്. നമ്മൾ ഗൾഫിൽ ഇവിടെ സൺലൈറ്റ് എക്സ്പോഷർ ഭയങ്കര കോമണാണ്. അപ്പോൾ വെയിലത്തിറങ്ങി അപ്പോൾ അവർക്ക് തലവേദന വരും. അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ്, അതല്ലെങ്കിൽ എക്സസ് സൗണ്ട്, ഇത് മൂന്നും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തലവേദന വരും. രണ്ടാമത്തത് ഫാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ റമദാൻ കൂടിയാണ്. ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം സ്ത്രീകൾക്ക് മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് വരും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സ്ലീപ്പാണ്. ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കം തെറ്റിയാൽ അപ്പോൾ അവർക്ക് തലവേദന വരും. നാലാമത്തെ സ്ത്രീകൾക്ക് മെൻസ്ട്രുവേഷൻ സമയത്ത് അവരെ ഹോർമോണൽ വേരിയേഷൻസ് വന്നാലേ അവർക്ക് മൈഗ്രെയിൻ വരും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകതരം ഫുഡ് കഴിച്ചാൽ മൈഗ്രെയിൻ വരും. ഫോർ എക്സാമ്പിൾ ട്രിപ്പിൾ C എന്നാണ് പറയുന്നത്. ഒന്ന് ചോക്ലേറ്റ് അടങ്ങിയിട്ടുള്ള ഐസ്ക്രീം, കേക്ക്, ചോക്ലേറ്റ് മിഠായി കഴിച്ചാൽ ഒക്കെ മൈഗ്രെയിൻ വരും. അത് രണ്ടാമത്തത് ചീസ് അടങ്ങിയിട്ടുള്ള ബർഗർ, ചീസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മൈഗ്രെയിൻ വരും. മൂന്നാമത്തത് ഈ ചൈനീസ് ഫുഡ് കഴിച്ചാൽ, ചൈനീസിൽ അജിനോമോട്ടോ എന്നൊരു കോണ്ടിനെൻ്റ് അതുള്ള കാരണം ആ സംഗതി മൈഗ്രെയിൻ ഉണ്ടാകും. ചില ആൾക്കാർ ചില ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മൈഗ്രെയിൻ വരും. ഫോർ എക്സാമ്പിൾ സൈനസിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൈഗ്രെയിൻ വരും. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ അവർക്ക് മൈഗ്രെയിൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഒരു മൈഗ്രെയിന് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ്.